അതിർത്തി MLA മാത്രമല്ല, കർണാടകയിലെ മന്ത്രിമാരുമായി നല്ല ബന്ധമുള്ള കേരളത്തിലൊരു MLA ആണ് ഞാൻ. സത്യത്തിനും ഞാനും കാണുന്നുണ്ട് കേരളത്തിൽ കൃത്യമായി AI വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ച് കർണാടക കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കള്ളപ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് സത്യത്തിനും ബാംഗ്ലൂരിലെ കോഗ്ലി ലേഔട്ട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് 70% മുസ്ലിങ്ങളും 30% SC ST വിഭാഗക്കാരുള്ള ആ പ്രദേശത്ത് സർക്കാർ ഭൂമിയിൽ നിന്ന് അവരെ മാറ്റി സ്ഥാപിക്കാനുള്ള എല്ലാ ഉറപ്പും സർക്കാർ നൽകി നിരന്തരമായി അവർക്ക് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് അവർ മാറാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്. ഞാൻ ഇന്ന് രാവിലെ അവിടുത്തെ ഭവന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമീർ അഹമ്മദ് മിനിസ്റ്ററിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അദ്ദേഹവുമായി അന്നും സംസാരിച്ചു, ഇന്നും സംസാരിച്ചു. ഇന്ന് CM-മായി ആലോചിച്ച് ആ മുഴുവൻ ആളുകൾക്കും ഒരു പ്രത്യേക അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്ന കാര്യമാണ് മിനിസ്റ്റർ ഇന്ന് ഉറപ്പ് നൽകിയതും അതിനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ ഒരു കെട്ടകാലത്ത് കടന്നു പോകുമ്പോൾ ഈ തൊട്ട് മുമ്പ് ബെൽഗാമിൽ ചേർന്ന കർണാടക അസംബ്ലി ഇന്ത്യയിൽ ഒരു സംസ്ഥാന ഗവൺമെന്റും അവതരിപ്പിക്കാത്ത രീതിയിൽ വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒരു ബില്ല് കൊണ്ടുവന്നു. സത്യത്തിനും ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും മുറിഞ്ഞു തുള്ളിയത് RSS BJP-ക്കാരാണ്. ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഭരിക്കുന്ന ഏറ്റവും സെക്യുലറായ ഒരു ഗവൺമെന്റ്, ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും ചേർത്ത് നിർത്തിയ ഒരു ഗവൺമെന്റ്, ഇത് കൃത്യമായി ആസൂത്രിതമായി കേരളത്തിൽ UDF ഗവൺമെന്റ് വരാൻ നിൽക്കുന്ന ഒരു സമയത്ത് തൊട്ടടുത്തുള്ള കർണാടക ഗവൺമെന്റിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള കള്ളപ്രചരണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ ഏറ്റവും കൃത്യമായി ആ സിദ്ധരാമയ്യയുടെ നേതൃത്വ DK ശിവകുമാറിന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.